നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്തൊരു പ്ലാനതാ. വേറെന്താ പേര് പറയല്ല? നത്തോലി. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആണിത്. നമ്മുടെ ആദ്യത്തെ വ്ളോഗ്, നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ നമുക്കത് കിട്ടി തുടങ്ങി എന്നതാണ് സത്യം. അപ്പോൾ സാധാരണ ഞങ്ങൾ ഫിഷിംഗ് വീഡിയോകൾ ചെയ്യാറുണ്ട്, പക്ഷേ അത് ഒരു വീഡിയോ ആക്കിയിട്ട് ഇതുവരെ യൂട്യൂബിലോ മറ്റോ എവിടെ ഇട്ടിട്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ അച്ഛനും അനിയനും കൂടി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് ആദ്യം വരാം. എടാ മീനുണ്ടാ? അല്ല, ഇത് ഇന്ന് പിടിച്ചു കിട്ടിയതാ? അത് വാങ്ങിയതാ? നോട്ടെ പിടിച്ചാ. എന്താ എൻ്റെ കോലം? അതല്ല ഇത് മൊത്തം 40-50 രൂപയ്ക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? അതാണ് താന്നൂരിൻ്റെ പ്രത്യേകത. താന്നൂർ ഹാർബർ പോയാൽ വാങ്ങിയ മീനാണ്. ഇപ്പം നീ ആകരല്ലേ? എന്തൊരു മ്ലാനതാ, എന്തെല്ലാവർക്കും ഒരു മ്ലാനതാ. നല്ല ഫ്രഷ് മീനാട്ടാ, മോശം മീനൊന്നുമില്ലതാ. അത് എന്താ വെത്തള്? അല്ല വെത്തള് വേറെന്ത് പേര് പറയാ? നത്തോലി എന്ന് പറയാ വേറെ പേര്. അപ്പോൾ നമ്മളിന്ന് പോയി, പക്ഷേ വലിയ രീതിയിലൊന്നും മീൻ കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് 50 രൂപയായിട്ടേ ആയിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം മീനാണ് നമുക്ക് താന്നൂരിൽ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ. അത് നമ്മൾ ഹാർബറിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ഇങ്ങനെ തന്നെയാണ് മീൻ കിട്ടാറുള്ളത് കേട്ടോ. അതൊക്കെ ഉച്ചയ്ക്കായിരുന്നു. മീൻ പിടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും ഞാനും പോവാറുണ്ട്. പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് അനിയനോട് ചോദിക്കാം ഇന്നത്തെ എന്തുകൊണ്ട് മീൻ കിട്ടിയില്ല എന്ന കാര്യം നമുക്ക് അനിയനോട് ചോദിക്കാം. എന്താണ് മീൻ കിട്ടാൻ? വെള്ളം കയറുന്ന ടൈമായതുകൊണ്ട് നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. വെള്ളം കയറുന്ന ടൈമായതുകൊണ്ട് വെള്ളക്കാരിന്ന് പോയിട്ട് എന്താ അമ്മ ഇത് പറയാ? അമ്മ എന്താ വേറെന്താ പേര് പറയല്ല? നത്തോലി. ഇന്ന് ചാകര ഉണ്ട്. അപ്പോൾ ആ സൈഡിലൊക്കെ ഹാർബറിൻ്റെ സൈഡിലൊക്കെ നത്തോലിൻ്റെ കൂട്ടുള്ളതുകൊണ്ട് ഈ മീനൊക്കെ അതിനെ തിന്നു. അപ്പോൾ അമ്മക്ക് മീൻ കിട്ടില്ല. അങ്ങനത്തെ വിഷയമുണ്ട്. ചൂണ്ടക്കാർ കുറേ ആൾക്കാർ വന്നു പോയി. പിന്നെ വന്ന് വെറും കൈയോടല്ല വന്ന് നമ്മൾ 100 റുപ്യ പറഞ്ഞ മീൻ 50 റുപ്യക്ക് മേടിച്ച്. നമുക്ക് വില പേശല്ലേ? നമുക്ക് വില പേശുകൊണ്ട് പ്രശ്നമില്ല. കാരണം നമ്മൾ അവരെ പോലെ സാധാരണക്കാരാണ്, ഇങ്ങനെ ജോലി കാര്യമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും അതുപോലെ സംസാരിച്ച് വാങ്ങാം. എല്ലാവരും ഫുള്ള് സീരിയലാട്ടാ. അച്ഛനൊക്കെ സീരിയലിൻ്റെ അഡിക്റ്റാണ്. എല്ലാവരും ഫുള്ള് സീരിയലാട്ടോ. അച്ഛനൊക്കെ സീരിയലിൻ്റെ അഡിക്റ്റാണ്. വെറുതെ പറയല്ലോ, ഇത് നോക്കി എടാ. ഈ സമയം ഫുള്ള് സീരിയലിൻ്റെ അഡിക്റ്റാണ്. അമ്മയോട് വെച്ച് നോക്കാം, അമ്മ ഏതൊക്കെ സീരിയലാണ് കാണുന്നത്? ഞാനല്ല, അമ്മേനെ കാണല്ലേ. കേരളത്തിൽ തരംഗമായിരിക്കുന്ന സുഭദ്രയാണ് ഇപ്പം അമ്മ കാണുന്നത് കേട്ടോ. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ സുഭദ്ര ആണല്ലോ, അങ്ങനെയാണ് പറഞ്ഞത്. അടാ അനക്ക് ഞാൻ സീരിയൽ കാണില്ല. സിനിമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നു. എല്ലാവരും കൂടി കാണുന്നുള്ള സിനിമ സീരിയലൊക്കെ നമ്മളെല്ലാവരും കൂടി 4 ആൾക്കാർ ഫുള്ള്. ഞാൻ കാണില്ല കേട്ടോ. ഞാൻ സീരിയലൊന്നും കാണില്ല. ഞാൻ കാണുന്നില്ല. അവൻ ഫുള്ള് ഓൺലൈനിൽ ഫുള്ള് ഇരുന്ന് സീരിയൽ ഞങ്ങളെക്കാട്ടി മുമ്പ് ഇരുന്ന് കാണും. ഫുള്ള് ഇരുന്ന്. എന്നിട്ട് അതിൻ്റെ കഥ ഞങ്ങൾക്ക് മുൻകൂട്ടി ഭയങ്കര സംഭവം എന്നുള്ള രീതി ഞങ്ങൾക്ക് പറഞ്ഞു തരും. സീരിയലൊക്കെ ഇതാണ് അവസ്ഥ വ്ളോഗറെ. എടാ മാറ്റിക്കുള്ള ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല. സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. പ്രധാനമായിട്ട് ഞാനിന്ന് വീഡിയോ മാറ്റട്ടെ. പ്രധാനമായിട്ട് ഞാൻ വീഡിയോ എടുത്തത് നമുക്ക് റവന്യൂ കിട്ടിയതുകൊണ്ട് നമ്മൾ ആദ്യം വാങ്ങിയ സാധനമാണ്. നമുക്ക് ഒരു നൂല്, അതായത് ബ്രൈഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതായത് ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം വാങ്ങിയത് ബ്രൈഡാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം.
അപ്പോൾ പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ റവന്യൂ കൊണ്ട് വാങ്ങിയ സാധനങ്ങളാണ്. ഒന്ന് നമ്മൾ റോഡാട്ടോ, നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന റോഡ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ടച്ച് ക്രീമാണ്. അല്ല കേട്ടോ, അത് ബ്രിട്ടീഷ് ടച്ച് ക്രീമൊന്നുമല്ല, അത് നമ്മളെ ബ്രൈഡാണ്. നമ്മുടെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്രൈഡ്. ഇത് എന്തോ ഒരു ജാപ്പനീസ് കമ്പനിയോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് അറിയില്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇതാണ് ബ്രൈഡ്. അപ്പോൾ ഇത് റോഡ് ഞാൻ ഇപ്പോൾ വേറെ കാണിച്ചു തരാം. റോഡ് ഞാൻ കാണിച്ചു തരാം, അതവിടെ വെക്കടാ. റോഡിന് എത്ര വെച്ചാ? 1200 1200 രൂപയെന്ന് പറഞ്ഞത്. ഇത് ഏത് കമ്പനിയിലാണ് നിൽക്കുക അറിയില്ല കേട്ടോ. ഇനി നമുക്കൊരു റീലും കൂടി ഒപ്പിക്കണം. റീല് വാങ്ങിയിട്ടില്ല. ഇത് ഇന്ന് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കോലം എങ്ങനെയാ? ഇത് ഇന്ന് ഒരു ദിവസം അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവർക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ഉപയോഗമൊന്നും കാര്യമായിട്ട് അറിയില്ല. ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതാണ് സാധനം. അങ്ങനെ കിട്ടില്ലടാ. ഇതാണ് സാധനം. ഇത് 9 അടി അല്ലേ? 9 അടി, 8 അടി. പിന്നെ എത്രയാണ്? ഇത് 8 അടി അല്ലേ? 8 അടി അല്ലാന്ന് തോന്നുന്നുണ്ട്. 8 അടിന് മേലുണ്ട്. 8 അടി തന്നെ. 8 അടീൻ്റെ സാധനം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി പരിപാടികൾ വരാൻ പോകുന്നുള്ളൂ. നമ്മളെ നാട്ടിൽ ഉത്സവം വരാൻ പോകുന്നുണ്ട്, നമ്മളെ വിഷു വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികളുണ്ട്. ടി വി നമുക്ക് ഓഫാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ തുടങ്ങാനായി. സീരിയൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കാണാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ കിട്ടും. എന്നാലും ഈ സമയത്ത് കാണുമ്പോൾ ഒരു സ്പെഷ്യൽ അത് തന്നെ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇവിടുത്തെ പരിപാടി ഉത്സവം, നമ്മുടെ കസിൻസൊക്കെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനും സൂപ്പർ വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.